വെൽക്കം ബാക്ക് ടു സക്കലൈൻ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് സിറ്റി പാലസിലാണ്. സിറ്റി പാലസിലെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൊട്ടാരവും ഇവിടുത്തെ കെട്ടിടങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇവിടുത്തെ സുന്ദര കാഴ്ചകളിലേക്ക് പോകാം. രാജസ്ഥാനിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ലോകപ്രശസ്തമായ ജയ്പൂർ നഗരത്തിലെ ഏറ്റവും ആകർഷകമായ സിറ്റി പാലസ് 1727 ജയ്പൂർ നഗരം സ്ഥാപിതമായതിനൊപ്പം നിർമ്മാണം ആരംഭിച്ച കൊട്ടാരമാണിത്. ഇന്നും ജയ്പൂർ രാജകുടുംബം താമസിക്കുന്ന ഇടം. അതിനാൽ തന്നെ രാജകുടുംബത്തിൻ്റെ സ്വകാര്യ ഇടം ഒഴിച്ചുള്ള ഭാഗങ്ങൾ മാത്രമേ ടൂറിസ്റ്റുകൾക്കായി അനുവദിച്ചിട്ടുള്ളൂ. പ്രധാന 3 കവാടങ്ങൾ കടന്ന് ഞങ്ങളിപ്പോൾ പാലസിൻ്റെ നടുമുറ്റത്തെത്തി. പാലസിൻ്റെ മനോഹരമായ നടുമുറ്റം പ്രീതം നിവാസ് ചൗക്ക്, സ്നേഹത്തിൻ്റെ മുറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാണുന്നത് മുബാറക് മഹൽ. ഇവിടെയാണ് പണ്ടുകാലത്ത് ഗസ്റ്റുകളെ സ്വീകരിച്ച സ്ഥലം. ഇത് ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമാണിപ്പോൾ. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകൾ ആരംഭിച്ചു. ഈ ചുമരിൽ കാണുന്നത് രാജാവിൻ്റെ കുറേ ചിത്രങ്ങളാണ്, കുതിരപ്പുറത്തൊക്കെ പോകുന്ന ചിത്രങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും രാജകുടുംബത്തിൻ്റെ വസ്ത്രശേഖരമാണ്. കൂടാതെ ആയുധങ്ങളും പെയിൻറ്റിങ്ങുകളും എല്ലാം ഇവിടെ കാണാം. രാജാവിൻ്റെ വസ്ത്രശേഖരമാണിത്. സിൽവറും ഗോൾഡും ഒക്കെ പതിച്ച വില കൂടിയ വസ്ത്രങ്ങൾ, പെയിൻറ്റിങ് കൊണ്ട് കമനീയമായ മേൽക്കൂര. ഈ കാണുന്നത് 20 കിലോ ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച വസ്ത്രമാണ്. ഇത് മഹാറാണിയുടെ വസ്ത്രശേഖരം. ഗോൾഡിലും സിൽവറിലും തീർത്ത വസ്ത്രങ്ങളാണ് അന്ന് അവർ ധരിച്ചിരുന്നത്. രാജാക്കന്മാരുടെ ആഡംബര ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് ഇപ്പോഴത്തെ രാജാവിൻ്റെ കുട്ടിക്കാലത്തെ ചിത്രം. ടൈപ്സ് ഓഫ് വുമൺ ഗാർമെൻറ്റ്സ്, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇത്. ഇത് മറ്റൊരു വലിയ കൊട്ടാരം. മഹാരാജാവ് പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ഇവിടെയാണ്. മ്യൂസിയം പരിസരത്ത് പാലസ് അറ്റ്ലിയൻ എന്ന പേരിൽ ഒരു മ്യൂസിയം ഷോപ്പ്. ഉയർന്ന നിലവാരമുള്ള തുണിത്തരങ്ങളും പരമ്പരാഗത കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും സുവനീറുകളും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഞങ്ങളൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അടുത്ത കെട്ടിട സമുച്ചയത്തിലേക്ക്. അവിടെ അതിമനോഹരമായ കാഴ്ചകളുണ്ട്. ഈ കാണുന്നത് അതീവ സുന്ദരമായ ഒരു കൊട്ടാരമാണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ വിസ്മയകരമായ സിറ്റി പാലസിലെ കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് അത്ഭുതം ജനിപ്പിക്കുന്ന കെട്ടിടങ്ങളും കാഴ്ചകളുമൊക്കെയാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. സിറ്റി പാലസ് എന്ന അത്ഭുത
കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ എന്നും മായാതെ മറയാതെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് ഗംഭീരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അടുത്ത കെട്ടിടത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എന്താണ് തോക്കും കുന്തമോ എല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിങ്ക് സിറ്റിയുടെ അതേ കളറാണ് ഈ കെട്ടിടത്തിന്. ഈ കാണുന്നത് രാജാവ് ഗംഗാജലം സൂക്ഷിച്ചു വെച്ച വലിയ ഭരണിയാണ്. ഇതിൽ 2000 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെ ഈ അത്ഭുത കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും പുറത്തേക്ക് കടന്നു. ഇനിയും ഒരുപാട് കാണാനുണ്ട്. പക്ഷേ ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശാലമായിട്ട് ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. എങ്കിലും ചെറുതായിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പാട്ടും ഡാൻസും പാവകളിയും ഒക്കെ ആകെ ബഹളമാണ്. അങ്ങനെ കാവൽ ഭടന്മാരൊക്കെ ഉള്ള ഒരു കെട്ടിടത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇവിടെ ഫോട്ടോഗ്രാഫി ഒട്ടും അനുവദിക്കുന്നതല്ല. അങ്ങനെ ഞങ്ങൾ പാലസ് കണ്ട് മടങ്ങുകയാണ്. അപ്പോൾ ഈ പാലസിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.